ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ഇതുപോലത്തെ ചെയിൻ വച്ചിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന പരസ്പരം മാല, അതുപോലെ അതിൻ്റെ ചെയിന്, കൊലുസ്, അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അതിന് നമുക്ക് ഇതുപോലുള്ള ചെയിൻ വേണം. ഇതുപോലുള്ളത് എന്ന് വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള വീതി കുറഞ്ഞ ചെയിന്. പിന്നെ നമുക്ക് ഗിയർ ലോക്ക് വേണം, ഗിയർ വയർ വേണം. ഇപ്പം ഞാൻ ഗോൾഡ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പരസ്പരം ചെയിനിൽ കാണുന്ന ബീഡില്ലേ, ആ ഗോൾഡ് ഡിസൈൻ വരുന്ന ബീഡ്സ്, പിന്നെ ക്രിസ്റ്റൽ ബീഡുമാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ആ ചെയിന് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്തതിനെ ഇതുപോലെ കുറച്ച് ഗിയർ വയർ കട്ട് ചെയ്തിട്ട് അതിനകത്ത് കയറ്റുക, ഗിയർ ലോക്കും കയറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഈ ഗിയർ ലോക്കിനകത്തൂടെ ഈ ഗിയർ വയറിന് ഇതുപോലെ തിരിച്ചു കൊണ്ടുവരിക. ഞാൻ പല വീഡിയോകളിലും ഇതുപോലെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഗിയർ ലോക്ക് ചെയ്യുന്നതെന്ന്. കുറേ പേർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഒന്നുമില്ല, ഫസ്റ്റിൽ ലോക്ക് ഇടുക, പിന്നെ ചെയിൻ ഇടുക, അതിന് ശേഷം ഗിയർ വയറിനെ തിരിച്ചു കൊണ്ടുവന്ന് ഗിയർ ലോക്കിനകത്തായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴ് നമ്മൾ ഈ ഗിയർ ലോക്ക് ഇടുന്നത് ഒട്ട് ഗിയർ വയർ കാണാത്ത രീതിയിൽ ഈ ചെയിൻ്റെയും കൂടെ മുകളിൽ കൊണ്ടുവന്ന് ഗിയർ ലോക്ക് വച്ചിട്ട് വേണേ ലോക്ക് ചെയ്യാൻ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഗോൾഡ് ബീഡാണ്. പിന്നെ നമ്മൾ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡാണ് എടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ക്രിസ്റ്റൽ ബീഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഗോൾഡ് ബീഡ് മാത്രം ഇട്ടും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കളർ ബീഡ്സ് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ ബീഡ്സുകൾ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഗിയർ ലോക്ക് ഇടുക. അതിനുശേഷം വീണ്ടും അടുത്ത ചെയിന്, നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അടുത്ത ചെയിനും ഇട്ടിട്ട് വീണ്ടും നമ്മൾ ഗിയർ വയറിനെ കൊണ്ടുവന്ന് ഗിയർ ലോക്കിനകത്തൂടെ ഇതുപോലെ കയറ്റി കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഒട്ടും നമ്മൾ ഗിയർ വയർ പുറത്ത് കാണാത്ത രീതിയിൽ വേണം ഈ രീതിക്ക് കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കാനേ. ഇപ്പം മറ്റൊരാൾ കാണുമ്പോഴത്തേന് മനസ്സിലാവരുത് നമ്മളിതിപ്പോൾ ഗിയർ വയറിലാണ് ഈ ബീഡ്സ് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാവില്ല. അതായത് ഈ ചെയിനിൽ തന്നെ ചെയ്തേക്കുന്ന എന്ന് തോന്നുന്ന രീതിക്ക് വേണം നമുക്കിതിനെ സെറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ ബ്ലാക്ക് ബീഡ് എടുത്തെടുത്ത് ക്രിസ്റ്റൽ ബീഡിൻ്റെ അടുത്ത് നമ്മളതുപോലെ തന്നെ സിൽവർ കളറിൽ ഒരു ബീഡും എടുക്കുന്നുണ്ട്. ഇതിൽ വൈറ്റ് ഗോൾഡ് വരില്ലേ, ആ ഒരു രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീണ്ടും നമ്മൾ ഗിയർ വയർ എടുത്തു. അതിനുശേഷം ഗിയർ ലോക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം ഗിയർ വയറിനെ ഇതുപോലെ തിരിച്ചു കൊണ്ടുവരാം. തിരിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഗിയർ ലോക്കിനകത്തൂടെ ഇതുപോലെ കയറ്റി കൊടുക്കുക. ഇതേ കണക്കിരിക്കണം. അതായത് ചെയിനിന് മുകളിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ വച്ചേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്യുക. കുറേ പേര് പറയുന്നു അടുത്ത് ക്യാമറ വെച്ച് ചെയ്യാം. ഞാൻ പരമാവധി അടുത്ത് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ആ ബാലൻസ് വരുന്ന ഗിയർ വയറിലെ ഒരു സൈഡിൽ വരുന്ന അതിനെ കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്യുമ്പോഴും അടുപ്പിച്ച് തന്നെ കട്ട് ചെയ്ത് മാറ്റുക, ഒട്ടും പുറത്ത് കാണാത്ത രീതിയിൽ. ഇനി നമ്മൾ ഇടുന്നത് ഗോൾഡ് ബീഡ് ഇട്ടു, പിന്നെ ക്രിസ്റ്റൽ ബീഡിൻ്റെ സിൽവർ കളർ ഇട്ടു, വീണ്ടും ഗോൾഡ് ബീഡ്. അതിനുശേഷം വീണ്ടും ഗിയർ ലോക്ക് ഇടുക. ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ചെയിൻ്റെ കട്ട് ചെയ്ത പീസിനെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെയിൻ ഇട്ട് കൊടുക്കാം. ഈ ഒരു മെത്തേഡിലാണ് നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടിയ അത്രയും ലെങ്ത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ. ബീഡ്സുകളുടെ കളറിൽ മാത്രം മാറ്റം വരുത്തുന്നതേ ഉള്ളേ. അതുപോലെ ഞാനിപ്പം കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ഈ ചെയിനുകൾ തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ബീഡ്സുകൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത്രയും ഡിസ്റ്റൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ ചെയിനുകൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് മാത്രം ലെങ്തിൽ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് നമ്മൾ ഇതുപോലെ ഗിയർ വയറിനകത്ത് ബീഡ്സ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ രണ്ട് ബീഡ്സും ഇട്ട്, ആദ്യം ഗോൾഡ് ബീഡിനിടയിൽ ബ്ലാക്ക് ബീഡ് ഇട്ട്, പിന്നെ ക്രിസ്റ്റൽ ബീഡ് ഇട്ടിട്ടുണ്ടേ. ഇപ്പം നമുക്കിതാ ഈ രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്.
നമുക്ക് കരുമണിമാലയുടെ ഏത് രീതിക്കാണോ ഓർഡർ വരുന്നത്, കരുമണിമാല, കൊലുസ്, ബ്രേസ്ലെറ്റ് വരുന്ന അതേ സെയിം ഓർഡർ തന്നെ വരുന്നതാണ് ഈ ഒരു ഐറ്റത്തിന്. പരസ്പരം ആ മോഡൽ ചെയ്ത് തരുമോയെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഓർഡർ വരും. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു ഐറ്റവും ചെയ്യണം. ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റാറ്റസ് വയ്ക്കുക. ഞാൻ വിളിക്കുന്നവർ, നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാവരുടെ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഒരു ദിവസം ചെയ്തതിന് സ്റ്റാറ്റസ് വെച്ച് മാറ്റിയിട്ട് കാര്യമില്ല. തുടരെ നിങ്ങൾ ഓരോ മോഡൽ ചെയ്ത് സ്റ്റാറ്റസ് വെക്കുക, എങ്കിലേ നമുക്ക് ഓർഡർ കിട്ടത്തുള്ളൂ. ഇപ്പം നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇടാൻ കുറച്ച് പെൻഡിങ് വരുന്നു. നമുക്കിതുപോലെ സ്കൂൾ തുറപ്പിൻ്റെ കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആവുന്നത്. ഇപ്പം നമുക്ക് ഇതുപോലെ നമ്മൾ എടുത്ത ചെയിനുകളെല്ലാം ബീഡ്സുകളോ ഇടയ്ക്ക് കോർത്ത് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡിനായിട്ട് ബ്ലാക്ക് ബീഡ് ഇട്ടു. അതിന് ശേഷം ക്രിസ്റ്റൽ ബീഡ്, സിൽവറിൻ്റെ ക്രിസ്റ്റൽ ബീഡ് ഇട്ടു. നല്ല എളുപ്പമാണ് ഇത് ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ആ ഒരു ചെയിനെന്ന് വെച്ചാൽ ഒട്ടും കണ്ണികൾ തമ്മിൽ അകലയില്ല, അത്രയേ അടുപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഗിയർ വയർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അല്ല നിങ്ങളുടെ കയ്യിൽ റൗണ്ട് ചെയിൻ കിട്ടും. ഈ റൗണ്ട് ചെയിൻ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഡ്സിനകത്തൂടെ ഈ റൗണ്ട് ചെയിനെ കയറ്റി കൊടുക്കാം. അങ്ങനെയുണ്ടെങ്കിൽ ഈ ബീഡ്സുകളുടെ അപ്പുറവും ഇപ്പുറവും ഗിയർ ലോക്ക് ഇട്ട് സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇതിൽ നിന്നും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ആ റൗണ്ട് ചെയിൻ വെച്ച് നിങ്ങൾ ചെയ്താലേ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ചെയിനാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് ഒട്ടും അറിയത്തില്ല, നമ്മൾ ഗിയർ വയർ ഇട്ട് നിൽക്കുന്നു എന്ന് പുറത്ത് അറിയത്തേ ഇല്ല. ഈ ചെയിനകത്ത് സെറ്റ് ചെയ്ത അതേ രീതിക്കായിരിക്കും നമുക്ക് ഫിനിഷിങ് വരുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്ന അതേ രീതിക്ക് തന്നെ ചെയ്യുന്നത്. ആദ്യമേ നമുക്ക് ഗിയർ വയർ എടുക്കുക, അതിനകത്ത് ഗിയർ ലോക്ക് ഇടുക, ഗിയർ ലോക്ക് ഇട്ടിട്ട് ഗിയർ വയറിനെ സെറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഗോൾഡ് ബീഡ് ഇടുന്നു, അതിനുശേഷം ഒരു ക്രിസ്റ്റൽ ബീഡ് ഇടുക, പിന്നെ ഗോൾഡ് ബീഡ് ഇടുക. ഈ ബീഡ്സ് ഇത്ര ഇട്ടിട്ട് വീണ്ടും ഗിയർ ലോക്ക് ഇടണം. ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം വീണ്ടും ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെയിൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഗിയർ വയറിനെ തിരിച്ച് കൊണ്ടുവന്ന് ഗിയർ ലോക്കിനകത്തൂടെ സെറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഈ രീതിക്കാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. കുറേ പേർക്കൊക്കെ സ്കൂൾ ഉറപ്പിൻ്റെ കുറേ വർക്കുകളുണ്ട് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ എല്ലാം ജ്വല്ലറി മേക്കിങ്ങിൻ്റെ എല്ലാം അവർക്ക് ഹെയർ അക്സസറീസിൻ്റെ ഒത്തിരിയും വർക്കുകൾ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സന്തോഷം അതൊക്കെ കേൾക്കുമ്പോൾ. ഇനി നിങ്ങൾ തുടർന്ന് ഓരോ സീസൺ വരുക. ഇപ്പം ഇനി സ്കൂൾ ഉറപ്പ് കഴിയുമ്പോഴത്തേനും പിന്നെ പെരുന്നാൾ വരുന്നുണ്ട്, പിന്നെ ഓണം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ രീതിക്ക് നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് നിർത്താതിരിക്കുക. ഇപ്പം നമ്മൾ ഇത്രയും ലെങ്തിലാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ലെങ്തിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിനായിട്ട് സൈഡ് റിങ് കൊടുക്കണം. ആ സൈഡ് റിങ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഗിയർ വയർ ഉപയോഗിച്ചിട്ടാണ്. അല്ലാതെ ഇതിനകത്ത് ജമ്പ് റിങ്ങോ സൈഡ് റിങ്ങോ ഒന്നും കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഗിയർ വയർ ഉപയോഗിച്ചിട്ട് തന്നെയാണ്, ഗിയർ വയറും ഗിയർ ലോക്കും ഉപയോഗിച്ചാണ് സൈഡ് റിങ്ങും സെറ്റ് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയിൻ എങ്ങനെയാണോ സെറ്റ് ചെയ്ത് അതേ രീതിയിൽ ഫസ്റ്റ് ഗിയർ വയർ ഇടുക, അതിനുശേഷം ലോക്ക് ഇടുക, പിന്നെ നമ്മൾ സൈഡ് റിങ് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇതുപോലെ ഗിയർ ലോക്ക് ഇട്ടു. അതിനുശേഷം സൈഡ് റിങ്ങാണ് ഇട്ട്. ഇനി തിരിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ലോക്കിനകത്തൂടെ ഇതുപോലെ കയറ്റിയെടുക്കുക. ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ബാലൻസ് വരുന്ന ആ ഗിയർ വയറിനെ കട്ട് ചെയ്ത് മാറ്റുക. ഈ രീതിക്ക് തന്നെ നമുക്ക് അടുത്ത സൈഡും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഒരു സൈഡ് സെറ്റ് ചെയ്തു, അടുത്ത സൈഡും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം.
അതും ഇതുപോലെ തന്നെ ഗിയർ വയറിനകത്ത് നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ ഗിയർ ലോക്കും അതുപോലെ സൈഡ് റിങ്ങും ഇട്ട് സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ 2 സൈഡും ഇതുപോലെ സൈഡ് റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊളുത്താണ് വേണ്ടിയത്. ഇതുപോലെ ഒരു കൊളുത്തെടുക്കുക. കൊളുത്തെടുത്തതിന് ശേഷം 2 സൈഡിലും ഇതുപോലെ നമുക്ക് സൈഡ് റിങ്ങിനകത്തൂടെ കയറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്ത് ഒരു ലോക്കറ്റും കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മാല സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തൊരു ലോക്കറ്റും കൂടെ വേണം. ഞാനിതുപോലെ ഒരു ബ്ലാക്കും ഗോൾഡും കൂടെ ഷെയ്ഡ് വരുന്ന ഒരു ലോക്കറ്റാണ് എടുത്തേക്കുന്നത്. അതിന് നമുക്ക് ഇതുപോലെ കൊളുത്തിനകത്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണിത് കാണാൻ. ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരുപാട് ആളുകളുടെ കയ്യിലുണ്ട് ഈ ഒരു ഐറ്റം. പരസ്പരം ചെയിനെന്നും പറഞ്ഞിട്ട് അതുപോലെ അതിൻ്റെ കൊലുസ് ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക. നമുക്ക് ഓർഡർ കിട്ടുന്ന ഐറ്റങ്ങളാണിതെല്ലാം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം. അപ്പം മാല നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഞാൻ ഇതിൻ്റെ തന്നെ ഒരു ബ്രേസ്ലെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ദാ ഇതുപോലെയാണ് ചെയ്തേക്കുന്നത്. നമ്മൾ എങ്ങനെ ഇപ്പം മാല ചെയ്ത അതേ രീതിക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്കും സിൽവറും ക്രിസ്റ്റൽ ബീഡ് നടുക്ക് ഭാഗത്തായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് കൊലുസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം മാല എങ്ങനെയാണോ ചെയ്ത അതേ മെത്തേഡ് തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അടുപ്പിച്ചായിട്ട് ഇത്രയും ഡിസ്റ്റൻസ് ഇല്ലാതെ നമുക്ക് കുറച്ചും കൂടെ ബീഡ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് സൈഡ് റിങ്ങും വച്ച് അതുപോലെ കൊലുസിൻ്റെ കൊളുത്തും വച്ചാൽ മാത്രം മതി. നല്ല രീതിയിൽ നമുക്ക് സെയിൽ ഇട്ട് കൊലുസ് ഒരുപാട് സെയിൽ വരും. നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക. ബ്രേസ്ലെറ്റിനെയൊക്കെ കാലം ഓർഡർ കിട്ടുന്നത് കൊലുസാണ്. അപ്പോൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്നുണ്ടോ എന്താണെന്ന് അഭിപ്രായം പറയുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ കയ്യിൽ വച്ചതാണേ. അപ്പോൾ മോള് വന്ന് അവളുടെ കയ്യിൽ വെക്കാൻ പറഞ്ഞതാണ്. ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട് പോവരുത്. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്ന് ഞാൻ അറിയുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക തന്നെ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടിടുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.